ദൈവ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകും. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം അവിടുന്ന് നീക്കുപോക്കും മറുപടി നൽകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എനിക്കും പ്രിയ വിപിനും വാത്സല്യ ജെയ്സൺ, ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഞങ്ങളെ കൊണ്ടുവന്നത് വാത്സല്യ ജോമോൻ, ആമേൻ. ഞങ്ങൾക്ക് 4 പേർക്കും വരുവാൻ ദൈവം കൃപ നൽകി. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കാം. യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, ഞാൻ സർവശക്തിയുള്ള ദൈവം. മതി. അതാണ് നമ്മുടെ വിഷയം. സർവശക്തിയുള്ള ദൈവം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം വാക്യം ഇത് കാണിക്കണ്ട. എല്ലാരും വേദവത്ത് എടുക്കണ്ട. അതായിരിക്കും നല്ലത്. വേദപുസ്തകം എടുക്കുന്നതാണ് നല്ലത്. പഴയ പാട്ട് വല്ലതും പാടുകയാണെ അറിയാവുന്നതാണ്, ഇല്ലെങ്കിൽ അറിയാത്തതാണ്. അത് വല്ലതും. സർവശക്തിയുള്ള ദൈവം. ഇവിടെ യാക്കോബ് യോസേപ്പിനോട് പറയാ, അപ്പൻ മകനോടാ പറയുന്നത് സർവശക്തിയുള്ള ദൈവം. അങ്ങനെ ഈ വാക്യം എടുത്തത് ദൈവം സർവശക്തിയുള്ള ദൈവം. ഈ വിഷയം ഏതാണ്ട് 10-28 സ്ഥലങ്ങളിലോളം എഴുതിയിട്ടുണ്ട്. സർവശക്തിയുള്ള, അതെല്ലാം ദൈവവചനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാ. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. 28 കാര്യം ചിന്തിക്കാനോ പറ്റില്ല. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. അവിടുന്ന് സർവത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. അവിടുന്ന് സർവത്തെയും ഭരിക്കുന്ന ദൈവമാണ്. അവിടുന്ന് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവത്തെയും ഭരിക്കുന്നവനാ, സർവത്തിന്റെ മേല് അധികാരമുള്ളവനാ, സർവത്തെയും സൃഷ്ടിച്ചവനുമാണ്. ഇവിടെ പറയുകയാണ് സർവശക്തിയുള്ള ദൈവം. നമുക്ക് ശക്തി കുറവാണെങ്കിലും നമ്മളെ രക്ഷിച്ച ദൈവം സർവശക്തനാണ്. ഇതിന്റെ പശ്ചാത്തലഭാഗം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? യാക്കോബ് യോസേപ്പിനോട് പറയാൻ കാരണം, ഏറെ നാളുകൾക്ക് ശേഷം അപ്പനും മകനും കൂടെ ഒന്നിച്ച് കാണുന്നു. കണ്ടു, പക്ഷേ മനസ്സ് തുറന്ന് സംസാരിക്കും. 48-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വായിക്കാം. അനന്തരം യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നുവെന്ന് വന്നു. കാരണം യോസേഫ് ക്വാർട്ടേഴ്സില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാന ചുമതലക്കാരനായ യോസേഫ്. അതുകൊണ്ട് എപ്പോഴും സഹോദരങ്ങളുടെ അടുക്കലും അപ്പന്റെ അടുക്കലും കൂടെ പോകാനും സഹകരിക്കാനും സമയം ചെലവഴിക്കാനില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാന ആളാണ്. ഫറവോ കഴിഞ്ഞാൽ പിന്നെ യോസേഫാ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പോയിരിക്കാനും സംസാരിക്കാനും സഹകരിക്കാനും ഒന്നും നേരമില്ല. യോസേഫ് മിസ്രൈമിൽ പോയ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. യോസേഫിനെ അവര് വിറ്റു എന്നാ എഴുതിയേക്കുന്നത്. പക്ഷേ ദൈവം അത് ഗുണമാക്കിപ്പോകും. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ യോസേഫിന്റെ ചേട്ടന്മാർക്കെല്ലാം ഇവിടെ വെപ്രാളമായപ്പോൾ അവര് പറയും, അപ്പച്ചൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മളോട് പുള്ളി മര്യാദയ്ക്ക് ഇടപെട്ടു, അപ്പച്ചൻ ചത്തു, നമുക്ക് മിക്കവാറും ഈ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ പണി കിട്ടും. അപ്പം യോസേഫ് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ എനിക്ക് ദോഷമെല്ലാം ചെയ്തു, പക്ഷേ ദൈവം അതെല്ലാം ഗുണമാക്കുന്നത്. ഈ ഒരു മനസ്സ് നമുക്കും ഉണ്ടായിരിക്കണം. നമുക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിക്കുന്നവർക്ക്, വിശേഷിച്ച് ഉപവസിക്കുന്നവർക്ക് ഈ ഒരു മനസ്സോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാന്ന് വിടുതല. പക്ഷേ നാട്ടിലെ രീതികളും ഒക്കെ വെച്ച് പറയാം, ഇവിടെ കാണും പ്രാർത്ഥിക്കത്തോറും ചിലർക്ക് അങ്ങ് വൈരാഗ്യമാണ്. എനിക്കറിയാൻ പറ്റാത്തതാണ്. തിരുവനന്തപുരത്തിൽ ഉപവസിക്കുന്നതോറും പറയാം, ഞാൻ കഴുത്തറത്താവനോട് ഞാൻ കൈ കൊടുക്കുകയാണ്. ബ്രദർ ഉപവസിക്കില്ല. അതൊക്കെ ഞാൻ ഉപവസിച്ചോളാം. കാര്യം പലരും വെറുതെ വെള്ളവും കഞ്ഞി കുടിക്കാതെ. നമ്മുടെ മനസ്സ് നന്നാകണം. യോസേഫിന്റെ മനസ്സ്, അതുകൊണ്ടാ യോസേഫിനെ പറ്റി 49 പറഞ്ഞല്ലോ, ഫലപ്രദമായ ഒരു പുരുഷമാണ്. ഇല്ലേ? വായിച്ച ആ വാക്യം 22. യോസേഫ് ഫലപ്രദമായ
ഒരു വൃക്ഷമാണ് ഫലപ്രദം എന്ന് പറഞ്ഞ ഫലമുണ്ട് ഒരു വൃക്ഷം. വേറെ പുസ്തകം പഠിക്കുമ്പോൾ വ്യക്തികളെ വൃക്ഷത്തോട് തുലനപ്പെടുത്തിയിട്ടുണ്ട്. ഗണ്ടുലു വൃക്ഷങ്ങൾ, പണ്ട് വൃക്ഷങ്ങളെല്ലാം കൂടെ ആടാനായിട്ട് രാജാവിനെ അന്വേഷിച്ച് പോയത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. അപ്പോൾ ഇത് നടുതലയായ വൃക്ഷം, ദേവദാരി പോലെ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ വൃക്ഷം യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ ഫലമാണ്. 5:22 മുതൽ നമുക്കറിയാമല്ലോ ഗലാത്യ ലേഖനം. ആത്മാവിന്റെ ഫലമോ പറ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങളെല്ലാം നിറഞ്ഞൊരു വൃക്ഷം, ഫലപ്രദമായ. അതില് ആദ്യത്തെ ഫലമാണ് സ്നേഹം. നല്ല ഫലമാണ് യോസേപ്പിന്. സ്നേഹം. നമ്മള് സ്നേഹത്തെ പറ്റി പാട്ടുമൊക്കെ പാടും, പക്ഷെ അടുത്തിരിക്കുന്നവരോട് മിണ്ടുകയല്ല, കൈ കൊടുക്കുകയല്ല. പാട്ടൊക്കെ നന്നായിട്ട് ഉച്ചസ്ഥായി കയറി പാടുന്ന ആൾക്കാരെ എനിക്കറിയാം, പക്ഷെ സ്വന്തം സഹോദരനോട് മിണ്ടുകയല്ല. സ്നേഹത്തെ പറ്റി പ്രബന്ധം എഴുതുന്ന ആൾക്കാരുണ്ട്, യൂത്ത് പ്രോഗ്രാമിനൊക്കെ അതുകൊണ്ട് വായിക്കുന്നവരുണ്ട്, എനിക്കറിയാം. പക്ഷെ ആ സഭയിൽ തന്നെയുള്ളവരോട് മിണ്ടുകയല്ല. എന്തിനേറെ വിശ്വാസിയുടെ കാര്യം, ഉപദേശിമാര് തന്നെ സ്നേഹത്തെ പറ്റി ക്ലാസ് എടുക്കുന്നവരുണ്ട്. സ്വന്തം സഹോദരനുമായിട്ട് മിണ്ടത്തുമില്ല, രണ്ടും രണ്ട് സഭയിലുമാണ്, ബഹളമാണ്. രണ്ടുപേരും സ്നേഹത്തെ പറ്റി അഗാപ്പെ. ഒരാൾ പറഞ്ഞ അഗാപ്പെ അല്ല, ആകെ പേയാന്ന് പറഞ്ഞു. യവനും പേയ, അവന്റെ അനിയനും. അതായതാണ്ട് ശരി, ആകെ പേയ. അപ്പൊ ഒരു കാര്യം പറയാ, ഇത് പ്രസംഗിച്ചത് കൊണ്ടോ പ്രബന്ധം അവതരിപ്പിച്ചത് കൊണ്ടല്ല, ആ സ്നേഹം അകത്ത് വ്യാപരിക്കണം. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം. ആ ഫലം ആത്മാവിന്റെ ഫലം. ആത്മാവിന്റെ ആദ്യത്തെ ഫലം ആ സ്നേഹം. ആ സ്നേഹത്തിന്റെ വിശേഷത യോസേപ്പിൽ പ്രകടമായി. എങ്ങനെ പ്രകടമായി? അല്ല, കൊമ്പ അവിടെ നിൽക്കട്ടെ. സ്നേഹത്തെ പറ്റി കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നത് എല്ലാം പൊറുക്കുന്നെന്നാണ്. എല്ലാം. അതാ യോസേപ്പ് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, പക്ഷെ ഞാനൊന്നും ചെയ്യത്തില്ല, വിട്ടുകളഞ്ഞു. ദൈവം അതെല്ലാം ഗുണമാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഈ ഒരു മനോഭാവത്തോടെ മനസ്സോടിരുന്നാൽ വിടുതല. ഈ ഒരു മനസ്സ അല്ല, ഈ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കും. പഴയ ആൾക്കാർ വാക്യമല്ലെങ്കിലും ഒരു പ്രയോഗമുണ്ട്, നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. നീ പറയാ എനിക്ക് അനുഗ്രഹം വേണ്ടേന്നും പറഞ്ഞ് ഓടിയാൽ ഇത് പുറകെ അങ്ങനെ വരും. ഇത് ചെയ്യാതെ നമ്മൾ തന്നല്ലാതെ വിടുകയില്ലെന്ന് പറഞ്ഞാൽ കൈക്ക് വേദന ഉണ്ടാകാന്നല്ലാതെ അല്ലേ പറഞ്ഞത്. തന്നല്ലാതെ തന്നെ നിങ്ങളിപ്പോ ചിന്തിക്കുക, ദൈവമേ വിളിച്ചത് മെനക്കേടായോ എന്ന്. ശുദ്ധീകരണം. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ ദൈവം ഉയർത്തി, മിസ്രയീമിലെ പ്രധാനയാളാക്കി, മന്ത്രി പദവിയിലെത്തിച്ചു. അങ്ങനെ ജ്യേഷ്ഠന്മാരെയും അപ്പനെയെല്ലാം മിസ്രയീമിൽ കൊണ്ടുവന്നു. സ്തോത്രം. ചേട്ടന്മാര് നമ്മൾ പറയല്ലേ, മനസ്സുള്ളവരുണ്ട് ഇവിടെ ഒഴിവുണ്ട്. പക്ഷെ നല്ല മനസ്സുള്ളവരുണ്ട്. യോസേപ്പിന്റെ മനസ്സ് നോക്കണം. ഇവരെ മിസ്രയീമിൽ കൊണ്ടുവന്നു. അങ്ങനെ മിസ്രയീമിൽ ഇവർ വന്ന് അവകാശമായി. ഒടുവില് യോസേപ്പിന്റെ പിതാവ് യാക്കോബ് മരിക്കാൻ. അതാണ് 48. ഇനി 48 ഒന്ന് വായിച്ചത്. അനന്തരം യോസേപ്പിന് നിന്റെ അപ്പൻ ധീരമായി കിടക്കുന്നുവെന്ന് ആ പറമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പന് ധീരമായെന്ന് കേട്ട ഉടനെ അപ്പനെ കാണാം. നമ്മൾ ആരുടെ പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് വചന വായിച്ച് പ്രാർത്ഥിച്ചോളാം. നമ്മുടെ ഇഷ്ടം പോലെ വാക്കിൽ വചന വായിക്കുന്നതിന് ചെലവ്.
പക്ഷെ അപ്പനെ കാണാൻ പോയാൽ ചെലവുണ്ട്. ഈ രാജ്യത്ത് ചിലപ്പോൾ അവധി കിട്ടാത്തവരുണ്ട്, തുച്ഛമായ വരുമാനം ജോലി ചെയ്യുന്നു. കമ്പനിയുടെ നിയമം അനുസരിച്ച് അവരുടെ കാര്യമല്ല, തെറ്റിദ്ധരിക്കുക. എന്നാൽ നല്ല സാമ്പത്തിക ചുറ്റുപാടും ഭദ്രതയും ഒക്കെയുള്ള പല ആൾക്കാരും അപ്പനും അമ്മയ്ക്കും ദീനമാണെന്ന് പറയുമ്പോൾ പോകാത്തവരുണ്ട്, വന്ന് കാണാത്തവരുണ്ട്, ഡെഡ് ബോഡി പോലും കാണാത്തവരുണ്ട്. ഒരു രാജ്യത്ത് ഞാൻ ഇരിക്കുമ്പോൾ അപ്പന് ദീനമാണെന്ന് കേട്ടപ്പം ടിക്കറ്റ് ഇരുന്ന് ബാർഗെയിൻ ചെയ്യുക. കാശില്ലാത്തവനല്ല, കോടിക്കണക്കിനോ, എന്നാലും ഇരുന്ന് ബാർഗെയിൻ ചെയ്യുക. താത്ത് പിടിക്കാവോ? താത്ത് പിടിച്ചിരുന്നപ്പം തത്ത എവിടെ കയറും? ഞാൻ അവനോട് പറഞ്ഞിട്ട് അയാൾ ഉണ്ടാക്കിയ വസ്തുവിൽ 1 സെന്റ് സ്ഥലം വിറ്റാൽ മതി, കാണിച്ചിരിക്കും, നിന്റെ ഒന്നും എടുക്കണ്ട. അയാള് ആയ കാലത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വസ്തു മെയിൻ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ വസ്തുണ്ട്, അതിന് 1 സെന്റ് വിറ്റാൽ നിനക്ക് ഇതുപോലെ ഞാൻ കിട്ടിച്ചെടുക്കും. അങ്ങനത്തെ ആൾക്കാരും നമ്മുടെ ഇടയില് ഉണ്ട്. പറഞ്ഞ മലയാള ഭാഷ പറഞ്ഞ അരക്കന്മാര്, പിശുക്കല്ലേ, ഹിന്ദിയിൽ എന്താ കൺഫ്യൂസോ, ഒരു ഹിന്ദിയും കൂടി അങ്ങനെയുള്ള ആൾക്കാരാണ്. ദൈവത്തിന്റെ മകൾ. എന്നാൽ യോസേപ്പിന്റെ ആ മനസ്സ് നല്ല, അപ്പൻ ധീരമായി കിടക്കുന്നുവെന്ന് വർത്തമാനം വന്നു. ഉടനെ യോസേപ്പ് അപ്പനെ കാണാൻ പോവാ. പോകുമ്പോ വെറും കൈയായിട്ടല്ല പോയത്, 2 പിള്ളേരുമായിട്ടാ പോയത്. 2 പിള്ളേരുമായിട്ട്. വായിച്ചേ 48:1 മുതൽ ഒന്നുകൂടെ. നിന്റെ അപ്പൻ ധീരമായി കിടക്കുന്നുവെന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനേശെ, എഫ്രയീം 2 പിള്ളേരെയും കൂട്ടിക്കൊണ്ട് അപ്പനെ കാണാച്ചു. അപ്പനെടുക്ക് വെറുതെ പോയില്ല കേട്ടോ. അതിനൊരു വ്യാഖ്യാനം, സ്വർഗീയ പിതാവിന്റെ അടുക്ക് വെറുതെ ചെല്ലരുത്, ദൈവസന്നിധിയിൽ വെറുതെ ചെല്ലരുത്. ചെല്ലുമ്പോ എന്തെങ്കിലും കയ്യിൽ വേണം. പുറപ്പാട് പുസ്തകത്തിലെ ലേവ്യ പുസ്തകമൊക്കെ നിങ്ങൾ പഠിച്ച ആവർത്തനത്തിൽ ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് ചെല്ലരുത്, കയ്യിൽ എന്തെങ്കിലും കാണണം. ദൈവത്തിന് മഹത്വം. നമുക്ക് ഭൗതികമായിട്ട് കൊടുക്കാനൊന്നുമില്ല, പക്ഷേ നാം നമ്മെ അങ്ങ് കൊടുക്കണം. വെറുതെ വന്നിരുന്നേച്ച് പോകരുത്. ദൈവസന്നിധി വരുമ്പോൾ നമ്മെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു പഴയ പാട്ടുണ്ട് പാടാൻ. കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേഹി പോലും ഇല്ല, എങ്ങനെ വണങ്ങും ഞാൻ. അവിടെ ഒരു സഹോദരി പാടുന്നതായിട്ട് കണ്ടു. CSI ആയിരുന്നു, മാർത്തമയായിരുന്നു നേരത്തെ. പ്രവചനം ഒന്നും പറഞ്ഞതല്ല കേട്ടോ. ഇപ്പൊ അങ്ങനത്തെ പ്രവാചകന്മാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അതൊന്നും തെറ്റിദ്ധരിക്കരുത്. നമുക്ക് പുള്ളി ഇന്ന് വൈദ്യുതിയിലോട്ട് കൊണ്ടുപോയേക്കാം. മുഴുവൻ വിഷയവും പുള്ളി നല്ല പാടാൻ വയ്യ. കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേഹി പോലും ഇല്ല, എങ്ങനെ വണങ്ങും ഞാൻ. എനിക്ക് പാടാൻ വയ്യ, നല്ല പാട്ടാ. അപ്പം വെറും കൈയായിട്ട് ദൈവസന്നിധി ചെല്ലുന്നത്, കയ്യിൽ എന്തെങ്കിലും കാണണം. ഇവിടെ ഇതാ ദൈവാലയത്തെക്കാളും വലിയവൻ, യോനയിലും ശലോമോനിലും വലിയവൻ, വലിയവനായ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ വെറും കൈയായിട്ട് ചെല്ലരുത്. നമുക്ക് ഭൗതികം ഒന്നും കൊടുക്കാനില്ലെങ്കിലും നമ്മളെ അങ്ങ് കൊടുക്കണം. ദൈവത്തിന്റെ മഹത്വം. യോസേപ്പ് 2 പിള്ളേരുമായിട്ടാണ് ചെന്നത്, മനേശയും എഫ്രയീം. അപ്പനെ കാണാത്തത്. അപ്പൊ ആരോ യാക്കോബിനോട് പറഞ്ഞു, യോസേപ്പ് ഇതാ വരുന്നു. അടുത്ത വാക്ക് അച്ചായം വായിക്ക്, നല്ല ശബ്ദമുണ്ട്, വായിച്ച്. എവിടെ നാട്ടു വീട്? അച്ചാനോ? ഏറ്റവും നല്ല വായിച്ചു.
നിന്റെ മകൻ യോസേപ്പ് ഇതാ വരുന്നുവെന്ന്. പിന്നെ പറയുന്നത് വായി. ആ ആ അപ്പൊ ശ്രദ്ധിച്ചേ, നിന്റെ മകൻ യോസേപ്പ് ഇതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. യാക്കോബിന് 147 വയസ്സുണ്ട്. ഇപ്പം 147. 130 വയസ്സിലായി യാക്കോബ് മിസ്രയീമിൽ എത്തിയത്. 130 എത്തിയപ്പോ ഫറവോൻ യാക്കോബിനെ കണ്ടു. അപ്പൊ കണ്ടപ്പോ ചോദിച്ചു, പ്രായം എന്തുകൊണ്ടെന്ന് ചോദിച്ചു. പേരെന്നാ? പേര് യാക്കോബ്. എന്തുകൊണ്ട് പ്രായം? എന്നാ പറയാം, കണ്ടിട്ട് എന്നാ തോന്നുന്നു? ഇന്നിപ്പോ അങ്ങനല്ലേ പറഞ്ഞു, എന്തുകൊണ്ട് പ്രായം? എന്തോ തോന്നുന്നു? ഒന്നും തോന്നാനില്ല, കാരണം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട്. എത്രയാണ്? പുള്ളി അങ്ങനൊന്നും അല്ല പറഞ്ഞത്. യാക്കോബ് കൃത്യം കാര്യം പറഞ്ഞു. ഇതൊന്ന് കൃത്യം ചോദിക്കരുതെന്നാ, സ്റ്റേജും ഒന്നും ചോദിക്കരുതെന്നാ. പക്ഷെ യോസേപ്പിനോട്, യാക്കോബിനോട് ഫറവോൻ ചോദിച്ചു എന്തുകൊണ്ട് പ്രായം. പുള്ളി പറഞ്ഞു ഫലമുണ്ട്. ആ ഫലം ഒന്ന് പറഞ്ഞേ. അങ്ങനൊന്നും അല്ല, നന്നായിട്ട് പറഞ്ഞു. യാക്കോബ് പറഞ്ഞ ആ പദം ഒന്ന് പറഞ്ഞു. അതല്ല, പ്രായം ചോദിച്ചപ്പോ എന്നാ പറഞ്ഞു? യാക്കോബ് പറയുക, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ഞാനിവിടെ പരദേശിയാണ്. സ്തോത്രം. പ്രിയരെ, ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ പരദേശികളാണ്. പത്രോസിന്റെ ഭാഷയ്ക്ക് പറഞ്ഞ പ്രവാസികളും പരദേശികളും. നമ്മുടെ സ്വദേശം അങ്ങ. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ ഓ ഇകത്തിലെ മായ സുഖം. ഓ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങൾ ഇവിടെ പരദേശികളാണ്. ഈ ചിന്തയോടെ വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. നമ്മുടെ സ്വദേശം അങ്ങാണ്, പരദേശ പ്രയാണമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 130 വയസ്സിൽ മിസ്രൈമിലെത്തി. 17 കൊല്ലം മിസ്രൈമിൽ യാക്കോബ് പാർത്ത്. അങ്ങനെ 30, 17, 47, 147 വയസ്സ്. ഇപ്പോൾ ഈ കട്ടിലേക്ക് കിടക്കുന്ന ഈ വല്യപ്പച്ചന് 147 വയസ്സ്. ഇപ്പോ 147. അപ്പൊ ജരാതരയൊക്കെ ബാധിച്ച് ശയ്യാവലംബനായി ശരീരമെല്ലാം ചുക്കിച്ചുളഞ്ഞ് കണ്ണിന്റെ കാഴ്ച എല്ലാം പോയി. പാടില്ല, എന്നാൽ ചെറുതായിട്ട്. മാത്രമല്ല, മരണത്തോട് അടുക്കാൻ പോവുക. അപ്പൊ ഈ ദീനം അങ്ങ് മൂർച്ഛിച്ചു. യോസേപ്പിന്റെ ക്വാർട്ടേഴ്സിൽ അറിവ് കൊടുത്തു. അപ്പൻ ദീനമായി. ഉടനെ യോസേപ്പ് അപ്പനെ കാണാൻ വന്നു. യാക്കോബ് ഇങ്ങനെ കാട്ടിൽ, ഈ വേദപുസ്തകത്തിൽ കട്ടിലെന്നുള്ളത് ഇവിടെ ആദ്യമാണ്. കട്ടില് വേദപുസ്തകത്തിൽ ആദ്യം കട്ടിലെന്നുള്ളത് ഈ ഭാഗത്താണ്. വയ്യ, വളരെ ക്ഷീണിതനാ, മരിക്കാറായി. അപ്പൊ ആരോ എന്ന് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച യോസേപ്പും പിള്ളേരും വരുന്നെന്ന്. നിന്റെ മകൻ യോസേപ്പ് ഇതാ. പറഞ്ഞോ നിങ്ങൾ, നിന്റെ മകൻ യോസേപ്പ്. ഒന്നുകൂടെ വായിച്ചു. അല്ല, 1 മുതൽ വായിച്ചു. ഒരു കാര്യം പറയാനാ. അനന്തരം യോസേപ്പിന് നിന്റെ അപ്പൻ വായിക്കും ധീരമായി കിടക്കുന്നുവെന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനേശ എബ്രഹീം എന്ന
ആ നിന്റെ കയ്യിൽ യോസേപ്പ് ഇതാ വരുന്നുവെന്ന്. ആ ഉം, ആ ആ മതി. 147 വയസ്സുള്ള യാക്കോബ് കിടക്കുന്നു, മരിക്കാറായി. ആരോ എന്ന് പറഞ്ഞു, അപ്പച്ച യോസേപ്പും പിള്ളേരും ഇതാ വരുന്നെന്ന്. ഇതാ വരുന്നു. ഇതൊരു ആത്മീയ അർത്ഥവും കൊണ്ടുണ്ട്. ഇത് വെളിപ്പാട് പുസ്തകം 22:7 ഒന്ന് വായിച്ചു. അവിടെ ഒരു പദമുണ്ട്, അതുകൊണ്ടാണ്. നന്നായിട്ട് വായിക്കും. കറ്റാനക്കാരന് കണ്ണാടി ഉണ്ടല്ലോ പിന്നെ. ഒന്നുകൂടെ വായിച്ചു. ഇതാ ഞാൻ വേഗത്തിൽ. അതാ യാക്കോബിനോട് പറഞ്ഞു, ആണ്ട് യോസേപ്പ് വരുന്നുണ്ട്. വെളിപ്പാട് 1:7 2-ാം അധ്യായത്തിലും ഒക്കെ ഇതാ പ്രയോഗം, ഇതാ വരുന്നെന്ന്. അപ്പൊ യോസേപ്പും പിള്ളേരും വരുന്നെന്ന് യാക്കോബിനെ അറിയിച്ചു. അവിടെ ഒരു പദമുണ്ട്. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേൽ, ഈ തന്നെത്താൻ ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ പരസഹായം കൂടാതെ ചാടി എഴുന്നേറ്റ്. പരസഹായം കൂടാതെ ചാടി എണീക്കും. അതിനാ പരസഹായം കൂടാതെ ക്ഷീണിതനാ 147 കൊണ്ട് ശരീരമൊക്കെ ചുക്കിച്ചുളഞ്ഞു, മരിക്കാറായി, വളരെ പ്രയാസമൊക്കെ കിടക്കുക. പക്ഷെ യോസേപ്പും പിള്ളേരും വരുന്നത് കേട്ടപ്പോ ക്ഷീണമെല്ലാം മാറി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ സകല ക്ഷീണവും മാറണം, സകല തളർച്ചകളും മാറണം. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും യേശുവിന്റെ വീണ്ടും വരവാ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഈ വാർത്ത കേൾക്കുമ്പോൾ സകല ക്ഷീണവും മാറണം. ഹല്ലേലൂയ. ഈ പങ്കപ്പാടും ദുരിതങ്ങളും ഈ സ്വത്രം ആക്ഷേപങ്ങളും അപമാനങ്ങളും ഒക്കെ സഹിച്ചു നിൽക്കുന്ന എന്താണെന്നറിയാമോ? അവിടുത്തെ വരവിൽ എടുക്കപ്പെടാനാ. യോസേപ്പും പിള്ളേരും വരുന്നത് കേട്ടപ്പോ അപ്പന്റെ ക്ഷീണമല്ല അങ്ങ് മാറി. നമ്മുടെ പ്രതീക്ഷ യേശുവിന്റെ വരവാണ്. കർത്താവ് വരുമോ? വരും. എന്തിനാ? പോവോ? പോവോ? അത് ഒരു ഓണക്കളിക്ക് പാടുമായിരുന്നു, പോകണം പോകണം കൊടുത്തു. ദൈവത്തിന്റെ മഹത്വം. പോകണം. അവിടുത്തെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. കർത്താവ് ഒലിമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നു ചോദിച്ചു, ഗുരു റബി, അല്ലെങ്കിൽ നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താ? അപ്പൊ പല അടയാളം പറഞ്ഞ കൂട്ടത്തിൽ മഹത്വ പ്രത്യക്ഷത അവിടുത്തെ വിഷയമെങ്കിലും കർത്താവ് ഇങ്ങനൊരു പദം പറഞ്ഞു, നോഹയുടെ കാലം പോലെ. നോഹയുടെ എന്തുവാ നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത? നോഹയുടെ കാലം, നോഹയുടെ കാലത്തെ പറ്റി ഒത്തിരി പറയാനുണ്ട്. ഒരു കാര്യം എല്ലാം പറയാൻ നേരമില്ല. നിങ്ങള് 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഒരു കണ്ണികയുണ്ട്, ഉൽപ്പത്തി. നോഹയുടെ കാലത്തിന്റെ ഒരു തെളിവ്. 4-ന്റെ ഒടുവിലെ 5-ന്റെ മേളിൽ ഒരു ചെറിയ കണ്ണിക. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചവൾ ഗർഭം ധരിച്ച്, അങ്ങനെ വാക്യം വായിച്ചേ. അവളൊരു മകനെ പ്രസവിച്ചു. കയ്യിൽ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നുകൊണ്ട് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിന് ഒരു മകൻ ജനിച്ചു, ഏനോശ്. യഹോവയുടെ നാമത്തിലുള്ള ആരാധന. ശ്രദ്ധിക്കണം, നമ്മുടെ പ്രതീക്ഷ യേശുവിന്റെ വരവാ. ഈ പങ്കപ്പാടും ആക്ഷേപവും അപമാനവും സഹിച്ചു നിൽക്കുന്നത് വരവിൽ എടുക്കപ്പെടാനാ. ആ വരവിന്റെ ലക്ഷണം ഒരു തെളിവ് കർത്താവ് തന്നെ തിരുവായി പറഞ്ഞു. മഹത്വ പ്രത്യക്ഷതയാ വിഷയമെങ്കിലും പറഞ്ഞു, നോഹയുടെ കാലം പോലെ. നിങ്ങൾ പറഞ്ഞല്ലോ, പോകുമെന്ന് പറഞ്ഞു, പോകണമെന്ന് പറഞ്ഞു, ചെല്ലൊന്നും പറഞ്ഞില്ല. കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ചിലരുടെ ഇരിപ്പ്. എങ്ങോട്ടും അറിയാനും അല്ല തന്റെ ഇടത്തോടെ പറയണ്ടേ പോകുമെന്ന്. അപ്പൊ ഈ ആര് പോകും? ഒരു തെളിവാ.
ആദാമും ഭാര്യയും കൂടെ പിന്നെയും ജീവിച്ചു. ഹാബേലിനെ കയ്യും കൊന്നു. വീണ്ടും ഇവര് ജീവിതം ആരംഭിച്ചു. ഒരു ചെറുക്കനുണ്ടായി, ശേതന് ഒരു മകൻ ജനിച്ചു. അവന്റെ പേര് ഏനോശ്. അടുത്ത വാക്യം, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങും. ഭയങ്കര ആരാധന, എല്ലായിടത്തും ആരാധനയാണ്. നാട്ടിലൊക്കെ ഞാൻ പറയുന്ന വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തെന്നാ പറയുന്നത്. വർഷിപ്പ് നല്ല കാര്യം. വർഷിപ്പ് ലീഡർമാര്, പ്രൈസ് ആൻഡ് വർഷിപ്പ്, അത് കുറ്റമല്ല പറഞ്ഞത്, നല്ല കാര്യം. എല്ലായിടത്തും ആരാധനയാണ്. ഏനോശിന്റെ കാലത്ത് ആരാധന തുടങ്ങി. എല്ലാവരും ആരാധിക്കുന്നു, എല്ലായിടത്തും ആരാധിക്കുന്നത്. ഭയങ്കര പിള്ളേരുടെ ഭാഷ പറഞ്ഞ മേളോ ഓളോ ബഹളോ. പക്ഷേ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാം ബോധിച്ച പോലെ. 6-ന്റെ വായിച്ചേ. ആരാധനയും തുടങ്ങി, ആൾക്കാരും കൂടി. രണ്ടും, ആരാധനയും തുടങ്ങി, ജനവും പെരുകി തുടങ്ങി. രണ്ടും, ആരാധനയും തുടങ്ങി, ജനം വരുന്നതും. തങ്ങൾക്ക് ബോധിച്ച മതി. ബോധിച്ചു. എങ്ങനെ ബോധിച്ചെന്ന? തങ്ങൾക്ക് ബോധിച്ച, ദൈവത്തിന് ബോധിച്ചതല്ല. ദൈവത്തിന് ബോധിച്ചതല്ല, ദൈവത്തിന്റെ ഹിതവുമല്ല, ദൈവത്തിന്റെ ഇഷ്ടവുമല്ല, ദൈവത്തിന്റെ പദ്ധതിയല്ല, അവനവന് ബോധിച്ച പോലെ. നിങ്ങളെ ന്യായാധിപന്മാർ 17-6 ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാർ 17-6. വായിക്കുകയല്ലേ? ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ബോധിച്ച പോലെ. ഉൽപ്പത്തി 6-ലും ബോധിച്ച. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ല, ഓരോരുത്തർ ആർക്ക് ബോധിച്ച പോലെ? ഓരോരുത്തൻ. ഒന്നുകൂടെ വായിച്ചേ. 17-6. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഓരോരുത്തരും ബോധിച്ച പോലെ നടക്കുക. ആർക്ക് ബോധിച്ച പോലെ? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അവിടെ ബോധിച്ചതുപോലെ ഉള്ളു, ബോധിച്ചതുപോലെ അത്രേ ഉള്ളൂ. ഇനി 21-25 ആയി. 21-ന്റെ ലാസ്റ്റ്. രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചു. ഇപ്പൊ ക്ലിയറായി. തനിക്ക് ബോധിച്ചു. ഇപ്പൊ ക്ലിയറായി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 17-6 ബോധിച്ച പോലെ നടന്നു. ആർക്ക് ബോധിച്ച പോലെ? 21 പറയാ, തനിക്ക് ബോധിച്ച പോലെ. ദൈവത്തിന്റെ ഹിതമല്ല. പക്ഷെ തനിക്ക് ബോധിച്ച പോലെ നടന്നെങ്കിൽ നമ്മൾ പറയുന്നതല്ല ദൈവത്തിന്റെ ഹിതമെന്നാ നമ്മൾ പറഞ്ഞു വെക്കുന്നതല്ല. ഒരു തെളിവ് തരാം. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കരുത്. ഞാനൊരു സാധുവായ മനുഷ്യൻ. പിന്നെ വചനത്തിൽ നിന്ന് പറയുന്നതേ ഉള്ളൂ, അതിന് ഉടക്കൊന്നും ഉണ്ടാകും. ബോധിച്ച പോലെ നടന്നെന്ന് 17-6 ന്യായാധിപന്മാർ. അതെങ്ങനെ ബോധിച്ചു? 21-ന്റെ ഒടുവിൽ പറഞ്ഞ് തനിക്ക് ബോധിച്ച പോലെ. ഈ തനിക്ക് ബോധിച്ച പോലെ നടക്കുന്നെങ്കിലും സാക്ഷി പറയുമ്പോ പറയുന്നത് എങ്ങനെയാ? ഒരു തെളിവ് തരാം. വചനത്തിൽ ആദാമും ഹവ്വായും പാപം ചെയ്തു. തോട്ടത്തിന് വെളിയിലാണ് പാപം ചെയ്തു. വെളിയിൽ രണ്ടുപേരുടെ ജീവിതമാണ്. ഒരു കൊച്ചി ാരുടെ ശൈലിയിലാ പറയാം. കയ്യിലുണ്ടായി കഴിഞ്ഞപ്പോ അമ്മാമ്മയെ അച്ഛനോട് സമാജത്തിന് വന്നപ്പോ സാക്ഷിക്ക് അങ്ങനെ അപ്പം ഹവ്വ പാട്ട് സാക്ഷി ഭാവനയാണ്. ഞാൻ കുടുംബം
പാട്ടാണ്, നല്ല പാട്ടാണ്. മതി. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചെന്ന്. 4:1 വായിച്ചേ. അടുത്ത വാക്യം, അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ. എങ്ങനെയുണ്ട് സാക്ഷി? സാക്ഷി അങ്ങനെയുണ്ട്. യഹോവയാൽ എനിക്കൊരു. യോഹന്നാന്റെ 1-ാം ലേഖനം 3:12 വായിച്ചിട്ട് വായിക്കണം. യോഹന്നാന്റെ 1-ാം ലേഖനം 3:12. കയീൻ മതി അത്ര മതി. കയീൻ ദുഷ്ടൻ എന്നുള്ളവനായിരുന്നു. പക്ഷെ അമ്മാമ്മ സാക്ഷി പറഞ്ഞപ്പോ എങ്ങനെയാ? എങ്ങനെയുണ്ട്? വളരെ ക്ലിയർ ആയിട്ട് എഴുതി, കയീൻ ദുഷ്ടനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദുഷ്ട ആലോചനയാൽ, ദുഷ്ട ചിന്തയാൽ, ദുഷ്ട വിചാരത്താൽ, ദുഷ്ട വികാരത്താൽ ജനിച്ചെന്നാണ്. പിശാചിനാൽ ഗർഭവതിയായ എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? പിശാചിനാൽ ഗർഭവതിയായ നല്ല അർത്ഥം. ഒരു സുപ്രഭാതത്തിൽ സാത്താൻ വന്നു ഇടപെട്ട് അങ്ങനെ ജനിച്ചെന്നല്ല. ദുഷ്ടചിന്ത, ദുഷ്ടവിചാരം, ദുഷ്ടവികാരം ആ രീതിയിൽ ജനിച്ചതാണ്. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം പിടികിട്ടില്ല. എന്നേക്കാൾ അറിവുള്ളവര് ഒരു കുടുംബജീവിതത്തിലേക്ക് ഭാര്യയും ഭർത്താവും പ്രവേശിക്കുമ്പോൾ സച്ചിന്തകളായിരിക്കണം. വചനം ചിന്തിക്കുക, അയവറക്കുക, ആത്മീക ചിന്തകൾ, പ്രാർത്ഥിച്ച് വിശ്രമിക്കുക, പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുക. കിടക്കയിൽ കിടക്കുമ്പോഴും ദുഷ്ടവിചാരമല്ല. എന്റെ കിടക്കയിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിട്ടിരിപ്പിൻ, നീതിയാഗം അർപ്പിൽ. അങ്ങനെയൊക്കെ പുസ്തകത്തിൽ വാക്യം. ഇത് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഭർത്താവിനോട് പറഞ്ഞാൽ എന്റെ കാര്യം ഇവിടെ കൊണ്ടുവരികയില്ല, ഇവിടെ നിർത്തുകയില്ല. ഉടനെ അവൻ പറഞ്ഞു, അത് പിന്നെ പറയാം, അല്ല ഇത് പറഞ്ഞേക്ക് മാറി. എന്റെ അമ്മേനെ വേണം ആദ്യം എടുത്തിവിടെ. നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയാണോ? പിന്നെ നിങ്ങളുടെ ബ്രദർ വരുന്നെന്ന് പറഞ്ഞു, അവനെ ഈ വീട്ടിൽ നിർത്താൻ ഞാൻ എന്റെ ആങ്ങളെ വരുന്നു. നിങ്ങൾ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ അതോ? ദൈവത്തിന് മഹത്വം. എല്ലാരും അങ്ങനെ ആണെന്നല്ല ഈ പറഞ്ഞത്. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും പാടില്ല. വചനം ധ്യാനിച്ചും ആത്മിക വിഷയങ്ങൾ ചിന്തിച്ചും ധ്യാനിച്ചും ഒക്കെ ഒന്ന് ജീവിതം ആരംഭിച്ച് അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധിച്ചും അവൻ ജാഗരിച്ചും ദൈവിക ചിന്തയോടെ, കർത്താവേ, മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ, നീ ഞങ്ങൾക്ക് തലമുറയെ തരണം, നിന്നാൽ വേണം ആമൻ സ്വത്ത് ഇതിന് ലഭിക്കുക. ഇങ്ങനെയുള്ള ചിന്തയോടെ പ്രാർത്ഥിച്ചൊക്കെ ഒന്ന് മേടിച്ച് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയതാ ശ്യാമുവേല്. ഒത്തല്ലോ, ഒത്തില്ലേ? ദൈവത്തിന് മഹത്വം. യോഹന്നാൻ 3:12 കയ്യിൽ ദുഷ്ടനിൽ നിന്ന് ജനിച്ചെന്ന. പക്ഷെ അമ്മാമ സാക്ഷി പറഞ്ഞു യഹോവയാൽ പുരുഷപ്രജ കിട്ടിയവനാണോ മറ്റവന്റെ പടലി കണ്ടിട്ട്? യഹോവയാൽ കിട്ടിയവനാണോ മറ്റവനെ വയലിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട്? ദൈവത്തിന് മഹത്വം. എല്ലാവൊന്നും ദൈവം തരുന്നതല്ല, എല്ലാവൊന്നും ദൈവത്താൽ കിട്ടിയതും അല്ല. എല്ലാം ഒന്നും ദൈവം തരത്തുമില്ല. ചില എല്ലാം ദൈവം എല്ലാം തരുന്നത് മറ്റേ കൂടില്ല. ആരാണ്?
എന്നാ ഒരു പണക്കം പോലെ ാനുണ്ട്. എല്ലാരും അല്ല, ചില വർഷിപ്പ് ലീഡർ, ചിലര്, എല്ലാരും അല്ല, വർഷിപ്പ് ലീഡർമാര് ചില പുതിയ മോഡേണിസം അവിടെ പറഞ്ഞാൽ ആരാധിച്ചാൽ എല്ലാം ആരാധിച്ചാൽ എല്ലാം തരാമെന്ന് ദൈവം പറഞ്ഞു. ആരാധിച്ചാൽ എല്ലാം തരാമെന്ന് രാജാ പറഞ്ഞു. സമയം പോയി. എപ്പോഴാണ് 7 മണി 19. ആ അടുത്ത വാക്യം ഓടിച്ചു വായത്. താഴോട്ട് ചാടണം, നിന്നെ ആക്കാൻ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടാണ്. അടുത്ത വാക്യം, അടുത്ത പരീക്ഷ, അതിന് മേളിലുള്ള വാക്യം. പിന്നെ പിശാച് മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി, പിന്നെ അവന് പിശാച് മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിക്കണം. അതെല്ലാം നിന്റേതാകും. എന്നെ ഒന്ന് ആരാധിച്ചാ മതി, ഇത് മുഴുവൻ നിനക്ക് തരാം. ലൂക്കോസോടെ ചേർത്തെടുക്കണം. എന്നെ ഒന്ന് ആരാധിച്ചാ മതി, ഇത് മുഴുവൻ ഞാൻ നിനക്ക്. അപ്പൊ ആരാധിച്ചാൽ എല്ലാം തരാമെന്ന് ആരേലും പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ വർഷിപ്പ് ലീഡർമാർ ആരേലും പറഞ്ഞ ഓർക്കണം, അവൻ പിശാചിന്റെ ഏജന്റാ. ആരാധിച്ചാൽ മതി എല്ലാം തരാമെന്ന് സാത്താനാ പറഞ്ഞു. അങ്ങനല്ലേ എഴുതി, നീ എന്നെ വീണ ഒന്ന് മുഴുവൻ തരാം. ഇതൊക്കെ ഇത് കാണുന്നതല്ല, ലോകത്തിലെ എല്ലാ രാജ്യവും കാണിച്ചു കൊടുത്ത അന്നത്തെ വൻകിട റിപ്പോർട്ട് 4 ആ മേലോട്ട് കൊണ്ടുപോകുന്ന. മത്തായി എഴുതിയിരിക്കുന്നത് ഒരു മലയെ കൊണ്ടുപോകുന്ന. പലസ്തീനിലെ യെരുശലേമിലെ ഏത് മലയെ കയറിയാലും ലോകത്തിലെ എല്ലാ രാജ്യവും കാണാൻ പറ്റത്തില്ല. അപ്പൊ ലോകത്തിൽ ചെന്നു, എന്നിട്ട് ലോകത്തിലെ എല്ലാ രാജ്യവും മഹത്വവും കാണിച്ചു, പെട്ടെന്ന് കാണിച്ചു കൊടുക്കും. അന്നത്തെ ഏറ്റവും വൻകിട രാജ്യങ്ങൾ, അന്നത്തെ ഏറ്റവും വലിയ പട്ടണങ്ങളും മഹത്വമൊക്കെ ഒന്ന് റോം, 2 ഗെയിം, 3 ഏതൻസ്. അന്നത്തെ ഏറ്റവും അപ്പൊ ഗെയ്റോയും റോമും ഏതൻസും എല്ലാം കാണിച്ചു അതിന്റെ മഹത്വം അന്നത്തെ. അപ്പൊ ഒരുത്തൻ എന്നോട് പണ്ടത് ചോദിച്ചു, അമേരിക്ക തന്നെ പാറ. അപ്പൊ ഒരു നാവികനെ അതിലെ യാത്ര ചെയ്തിട്ട് ആ പാറയുടെ അവിടെ ഇതിനപ്പുറം വർഷങ്ങൾ കഴിഞ്ഞ് വേറൊരു നാവികൻ നിന്നപ്പോൾ ആ പാറപ്പുറത്ത് എഴുതി വെച്ചിരിക്കും ഇതിനപ്പുറം സ്ഥലം. പുളി ഇങ്ങനെ നോക്കി കുറെ പച്ച ഇലകളല്ല കുഴി. അപ്പൊ ആ നാവികൻ ഇതിനപ്പുറം അതുകൊണ്ട് ആ പച്ച ഇല നേരെ അങ്ങോട്ട് അത് വേറൊരു വിനോദം. അപ്പൊ എത്രയോ നാൾ കഴിഞ്ഞ അമേരിക്ക പിന്നെ കണ്ടുപിടിച്ചു. അപ്പൊ അതിനു മുമ്പുള്ള ഏറ്റവും നമ്പർ 1 ഗെയ്റോയും ഏതൻസും റോമും അല്ല. ഇതെല്ലാം ക്ഷണനേരത്തിൽ കാണിച്ചിട്ട് മതി, മാറ്റത്തോ കാണിച്ചിട്ട് മതി. ഇതെല്ലാം എന്റെ ഒറ്റ വർഷം ഒരു പ്രൈസാണ് വർഷം. ആർക്ക് ആരാധിച്ചാൽ മുഴുവൻ തരാന്ന് പിശാചാ പറഞ്ഞു. ആരാധിച്ചാൽ എല്ലാം തരാമെന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞ എന്നതാ, അതുകൂടെ വായിച്ചിട്ട് വല്ല ഡൗട്ട് അടിക്കും. പിശാച് അത് പറഞ്ഞു. മത്തായി 6:33. മത്തായി 6:33. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി. ഇതൊക്കെയാണ്, സകലതൊന്നുമില്ല. ഇതൊക്കെ എന്നാ തമിഴിൽ അങ്ങനെ நீதியை தேடுங்கள் அப்பொழுது இவைகளெல்லாம் உங்களுக்கு கொடுக்கும். ഇവൈകളല്ല. എന്താ ഇവകളെന്ന് ഞങ്ങൾ പറഞ്ഞു. 25 മുതൽ വായിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ?
ആകാശത്തിലെ പറവകളെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നില്ല, സ്വർഗസ്നായ പിതാവിയെ പുലർത്തുന്നു, അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരില്ല. ഇന്നുള്ളതും അടുത്തത്. വിചാരപ്പെടരുത്. പിന്നെ എങ്ങനെ വളരുന്നു എന്ന് നോക്കുവീൻ. ഇവയേക്കാൾ വലുതായിട്ടൊന്നും ചമഞ്ഞിരുന്നില്ല. ഇന്നുള്ളതും പുല്ലിനെ ഇങ്ങനെ ചമയിപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. ഈ വക വരയിട്ടിട്ടുണ്ടല്ലോ. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ ഈ വക ഇതൊക്കെ തമിഴിലും അങ്ങനെയാന്നേ. അടുത്ത വായിര്. എന്നിട്ടാ പറഞ്ഞ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ എന്ന് പറഞ്ഞ ഉണ്മാനും ഉടുക്കാനും കുടിക്കാനും. ഇതാ യേശു പഠിപ്പിച്ചു. ഉണ്മാനും ഉടുക്കാനും കുടിക്കാനും. അതും തരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവിടുത്തെ നീതിയും ന്യായവും അനുഷ്ഠിക്കുമ്പം. യേശു ഇന്ന് വരെ പറഞ്ഞില്ല ദേവക്കുട്ടി എന്നെ ആരാധിച്ചാൽ മതി, മുഴുവൻ അങ്ങോട്ട് ഉടഞ്ഞിടാന്നൊന്നും യേശു പറഞ്ഞില്ല. യേശു പഠിപ്പിച്ചതാ മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അതോടുകൂടെ ഇതൊക്കെ എന്നതാണ് മേളിൽ പറഞ്ഞിട്ടുണ്ട്. ആരാധിച്ചാൽ ഇത് മുഴുവൻ തരാന്ന് പറഞ്ഞത് ആരാ? സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല ദൈവത്തിന് മഹത്വം. ആരാധിച്ചാൽ എല്ലാം തരാമെന്ന് യേശു പറഞ്ഞില്ല. ആരാധിക്കുന്നത് വല്ലതും കിട്ടാനല്ലല്ലോ. ആരാധിക്കുന്ന അവിടുന്ന് യോത്രത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും അവൻ എല്ലാത്തിനും ബഹുമാനത്തിന് യോഗ്യൻ നസറയനാകുന്ന യേശു ദൈവ കുഞ്ഞാണ്ടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാണ്ടവൻ യോഗ്യനെന്ന് അവൻ മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ഓ സ്തുതിച്ചിടാം വെള്ളത്തിൽ നിരച്ചപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാ സഭയെ അവൻ സ്തുതിച്ചിടാം വെള്ളത്തിൽ നിരച്ചപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാ സഭയെ. ഓ ജയമെടു ചോർന്നാം സ്തുതിച്ചിടുമോ ആ ജയമെടു തോർന്നാം സ്തുതിച്ചിടുമോ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ദൈവത്തെ മഹത്വപ്പെടുത്ത. ഞാൻ ഓടിച്ചു മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ആരാധിച്ചാൽ എല്ലാം തരാന്ന് പറഞ്ഞത് വ്യാജ. യേശു പഠിപ്പിച്ചത് മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ. പത്രോസിന്റെ ഭാഷ പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല. നിന്റെ ദൈവം വിശ്വസ്തന. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. എല്ലാരും ആരാധിക്കുക ഏതാ ഏനോശിന്റെ കാലത്ത്. പക്ഷെ എല്ലാം ബോധിച്ച പോലെ നടക്കുക. മിക്കയിടത്തും സൺഡേ വരുന്ന വരവൊക്കെ കണ്ട നാട്ടിലുമൊക്കെ പലയിടത്ത് സൺഡേ ആ വരവൊക്കെ കാണും, വെള്ളമുണ്ടി വരുന്നത് പോലെ. ഒന്നുള്ള ഇരിപ്പും സ്തോത്രം നിപ്പും ഒക്കെ ഒന്ന് കാണും പോലെ. മൺഡേ മുതൽ സാറ്റർഡേ വരെ എവിടെല്ലാം എന്തെല്ലാം വിഷയത്തിൽ വചനത്തിന് പ്രമാണത്തിന് നിരക്കാത്തതിലൊക്കെ ഇടപെട്ട് സൺഡേ ആ വരവൊക്കെ ഭയങ്കര ബോധിച്ച പോലെ നടക്കുക. തനിക്ക് ബോധിച്ച പോലെ. അപ്പൊ തമ്പുരാൻ ഇത് കണ്ടേച്ച് നോക്കിയോട് പറഞ്ഞൊരു പെട്ടകം കൊല്ലാൻ പോവല്ല, കൊല്ലുക. നീ ഒരു പെട്ടകം തീർക്കണം. പെട്ടകത്തിന് കണക്കൊക്കെ കൊടുത്തു. കണക്കുണ്ട് ഇതിന്. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഒരു വാതിൽ 3 നാട്ട് പല കോഷ്ടം കിളിവാതിൽ. പിന്നെ നീ പ്രസംഗിക്കണം. വെള്ളപ്പൊക്കം വരിക, രക്ഷപ്പെടണം, ഇതിനകത്ത് കയറണം. പെട്ടകം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ വരുന്നവരും കയറുന്നവരും പ്രമാണപ്രകാരം വേണം. 300 മുഴം നീളം, 30 മുഴം വീതി, 30 മുഴം ഉയരം, ഒറ്റവാതിൽ പ്രമാണമായിട്ട്. അല്ല കാണുന്നിടത്തെല്ലാം വാതിൽ കാണപ്പെട്ടില്ല. അതിലെ ഒരു പരിശുദ്ധം നിൽക്കുന്ന അതിലെ ഒരു വാതിൽ, അപ്പുറം ഒരു കള്ള ഇരിക്കുന്ന അതിലെ ഒരു വാതിൽ, ഇപ്പുറം ഒരു പുണ്യാളം നിൽക്കുന്ന അതിലെ ഒരു വാതിൽ. അങ്ങനൊന്നുമില്ല. ഒറ്റ വാതിലേ ഉള്ളൂ. കുറുക്ക് വഴിയൊന്നുമില്ല. നോഹ പ്രസംഗിച്ചു, എല്ലാരും ഒന്നും കേട്ടില്ല, അനുസരിച്ചില്ല. പുള്ളിയാവുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രസംഗം. പിള്ളേരെല്ലാം പുള്ളിയെ കളിയാക്കിയെന്നാ പറഞ്ഞത്. ഇയാൾക്ക് വട്ടാണ്. കാരണം മഞ്ഞുകൊണ്ടാ ഭൂമി നനയുന്നത്. അന്നേരം ഇയാൾ പറയാ വെള്ളപ്പൊക്കം വരുന്നുണ്ട്. ഇന്ന് വരെ അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പൊ പിന്നെ വട്ടല്ലേ.
ഈ പിള്ളേര് കളിയാക്കിയെന്ന സാറ് കൊടുത്തേക്കുന്നത്. ഓഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. പിള്ളേര് വന്ന് ഇളകി തന്നെ. ഓഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് ഈ പൊട്ടനല്ലാതെ വല്ലോരും ചൊല്ലുമോ? പിള്ളേര് പറയാ, എടാ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. ഉറക്കത്തിന്റെയാണ്. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണതേ ചുളിച്ചാൽ ചറുപറ പറയുന്നത് മാറും. കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്നിയാൾ കൊണ്ട വിണ്ടുളറിനാൽ ഉണ്ടാമോ ജലപ്ലാവം. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ ഉണ്ടാവണ്ടി വല്ലത് ഉണ്ടാകും മിണ്ടാതി. എനിക്കിതെല്ലാം ചൊല്ലിപ്പിടിപ്പിച്ച് പറഞ്ഞ ഇഷ്ടമാ. പിള്ളേര് പറഞ്ഞു വട്ടാടാ. ഒരുത്തം പറഞ്ഞു ഉറക്കത്തിന്റെ ആരാ ഒരുത്തം പറഞ്ഞു. പക്ഷേ ഹാസ്യമാൻ ചരൽക്കല്ല് വാരി എറിയുമ്പോഴെല്ലാം നോവയ്ക്ക് ഇത് വിഷയമല്ല, ദൈവം പറഞ്ഞതാ. ഞാൻ ആ ഭാഗം ഓടിച്ചു നിർത്താം. നോക പ്രസംഗിച്ചു. എന്തിനേറെ സമയമായപ്പം എല്ലാ മനുഷ്യരെല്ലാരും വന്നിട്ടല്ലേ 8 പേര് കയറി. 8 പേര് കയറി. പിന്നെ ഇടജാതിയും പറവജാതിയും മൃഗജാതി ഇതിനകത്ത് കയറി. മനുഷ്യജാതിയിൽ 8 എണ്ണം നോകയുടെ വീട്ടുകാർ. കയറിയവരുടെ ചരിത്രമൊക്കെ ഞാൻ ചൊല്ലാറുണ്ട്. നോഹിന്റെ തനയരാം യാപത്തും ക്ഷേമും കാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകും വീടിന് കാവ് നിൽക്കും കുക്കുരം. പട്ടി ഇതിനകത്ത് കയറി. പാപ്പച്ചൻ കയറി. പാപ്പച്ചൻ ഇപ്പോഴും പറയും ഞങ്ങൾ പകലോ മറ്റോ ആണ്. മനസ്സിലായി കാണും. പട്ടി കയറി, പന്നി കയറി, ആന കയറി, സകല എണ്ണോ ഇതിനകത്ത് കയറി. പക്ഷെ രക്ഷപ്പെട്ടത് മനുഷ്യവർഗത്തിൽ 8 എണ്ണം. പത്രോസ് പറഞ്ഞല്ലോ ആ പെട്ടകത്തിൽ അല്പജന 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷപ്പെടാം. ഞാനിങ്ങനെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം. ദൈവം വന്ന് കഥകും അടക്കും, വാതിലടക്കും. പുറത്ത് പ്രളയം, മേലത്തെ ഉറവേൻ താഴത്തെ ഉറവേൻ തുടങ്ങും. പുറത്ത് വെള്ളം പൊങ്ങുക, മേളിൽ നിന്ന് താഴെ നിന്ന്. അകത്ത് രക്ഷ. ഞാൻ ഇങ്ങനെയാ പറയുന്നത്, ന്യായവിധിക്കും രക്ഷയ്ക്കും ഒത്തിരി ദൂരമില്ല. 1-5 ഇഞ്ച് കനമേ ഉള്ളൂ. പലകയുടെ കനം. ഈ പലകക്കനത്തിന്റെ അകത്ത് രക്ഷ. രക്ഷ നിന്റെ സമീപത്താണ്. രക്ഷ നിന്റെ അടുക്കല. രക്ഷ തപ്പി ദൂരോട്ടൊന്നും പോകണ്ട. അടുത്ത രക്ഷ സമീപ. പലകയുടെ കനമുള്ളു. പലകക്കനത്തിന്റെ അകത്ത് രക്ഷയും പുറത്ത് ന്യായവതി. ഒരു ചിന്ത പറഞ്ഞ ആ ഭാഗം വിടാം. എത്ര പേരെ രക്ഷപ്പെട്ട? 8 പേര്. നമ്മൾ 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിച്ചത് ശേത്ത് ജനിച്ചു, ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. പിന്നെ ഉറക്കമായിരുന്നു സഹോദരി. അപ്പൊ ആരാധന എല്ലായിടത്തും ആരാധന തുടങ്ങി. വർഷിപ്പ്, ആരാധന. തമിഴിൽ അങ്ങനെ എഴുതിയേക്കുന്നത് ഒന്ന് വായിച്ച ആ വാക്യം. അക്കാലത്ത് മനുഷ്യർ കർത്തരുടെ നാമത്തെ തൊഴുതുകൊള്ള ആരംഭിച്ചു. തൊഴുതു. എല്ലാരും അങ്ങ് തൊഴുതു. ആരാധന. ഞാനൊരു കാര്യം ചോദിച്ചു വിടാം. എല്ലാരും ആരാധിക്കുക, എല്ലായിടത്തും ആരാധനയാ. രക്ഷപ്പെട്ടത് എത്രയാണ്? 8. ഈ ആരാധിച്ചവരില്ല എന്ത് ചെയ്യും? ഈ വർഷിപ്പുകാരും ആരാധിച്ചവരും ചാട്ടവും മേളവും ഓളവും പണ്ടിനമ്പര് പറഞ്ഞവരും പിന്നെ ഞാൻ നിന്റെ വീട്ടിനകത്തോട്ട് പോവാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ എന്തിനാടാ വല്ലവരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് കയറുന്നത്? വല്ല കാര്യമുള്ള കാര്യമാണ്. അഡ്രസ് അങ്ങനെ ഒത്തിരി ഉണ്ട്. ഒത്തിരി തള്ളി തറയിലിട്ടുക, ഛർദ്ദിപ്പിക്കുക, ഉരപ്പിക്കുക, ഉരുട്ട് നടക്കുക, പേര് പറയുക, അഡ്രസ് പറയുക. പണ്ട് എന്ത് ചെയ്യാ എല്ലാരും? രക്ഷപ്പെട്ടത് 8 പേര്. അത് പ്രമാണത്തിൽ നിന്നവര്. പക്ഷെ ആരാധിച്ചത് ഒത്തിരി പേരുണ്ട്. ഒരെണ്ണം അകത്ത് കയറിയില്ല. മനുഷ്യപുത്രന്റെ വരവിൽ ഇത് സംഭവിക്കും. നോഹയുടെ കാലം. പൗലോസ് കൊരിന്ത്യർ പറഞ്ഞു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയരെ, ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. യോസേപ്പ് വരുന്നെന്ന് കേട്ടപ്പോൾ യാക്കോബിന്റെ ക്ഷീണം മാറി. ക്ഷീണം മാറിയ ചപ്പൻ മകനോട് പറയാ, മോനെ, സർവശക്തിയുള്ള ദൈവം എന്നെ ഇതുവരെ കൊണ്ടുവന്നു. നിന്നെ വിളിച്ച ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. നിന്നെ രക്ഷിച്ച ദൈവം സർവശക്തനാണ്. വിവരിക്കുന്നില്ല, ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം.
നിങ്ങള് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ. 17:1. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാ. ഇങ്ങോട്ട് നോക്കിയേ, 17-ാം അധ്യായത്തിൽ വായിക്കാം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ. ആ 16-ന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. ഹാഗാർ അബ്രഹാമിനെ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ 86. അബ്രഹാമിന്റെ പ്രായക്കണക്കാ 2 അധ്യായത്തിൽ. 16-ന്റെ ഒടുവിൽ പറയാ 86. 17-ന്റെ 1 പറയുക. അതെന്തിനാ അങ്ങനെ തന്നെ? 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ പറയുക അബ്രഹാമിന് 86 ഇസ്മായിൽ ജനിക്കുമ്പോ. പിന്നെ 17-ാം അധ്യായത്തിൽ പറയാ അബ്രഹാമിന് 99. ഇത് മണിക്കൂറുകൾ എടുത്ത് വിസ്തരിക്കേണ്ടതെങ്കിൽ ഒരു പോയിന്റ് പറഞ്ഞു നിർത്താം. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു, വാഗ്ദത്തം കൊടുത്തു, വിശ്വസിച്ചു. സാറയ്ക്ക് വലിയ വിശ്വാസം വന്നു. ഒരിക്കലും അബ്രഹാം ദൈവത്തിൽ ചോദിച്ചു, കർത്താവേ നീ എനിക്ക് എന്ത് തരും? മക്കളില്ലാത്തവനായിട്ട് ഈ ദമ്മേശക്കാരൻ എലയാസനാക്കി മുഴുവൻ അടിച്ചു മാറ്റാൻ. അപ്പൊ അബ്രഹാമിനെ ദൈവം കൈക്ക് കൊടുത്തു മുറ്റത്തോട്ട് റെക്കേറ്റ് പറഞ്ഞു, ഒരാഴ്ച മേളിലോട്ട് നോക്കി നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ? ഒരാൾ പറഞ്ഞു, അബ്രഹാമിന്റെ ദൈവം നക്ഷത്രം കിട്ടും. നീ ദൈവസന്നിധിയിൽ ക്രമപ്പെട്ടില്ലേ, ദൈവം നിന്നെ നക്ഷത്രം. അപ്പം നോക്ക്, ഇതുപോലെ അബ്രഹാം വിശ്വസിച്ചു. സാറയ്ക്ക് വലിയ വിശ്വാസമൊന്നും. സാറ ഉടനെ പറഞ്ഞു, എന്തുവാ ഇയാൾ ഇന്നലെ മുതൽ മിക്കത്തറഞ്ഞും പരിക്കാത്ത കയറിയും മേലോട്ട് നോക്കി. അവരാജ്യം പറഞ്ഞു, ഈ കൊച്ചിനെ തരുമെന്ന് ദൈവം പറഞ്ഞു. നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് നല്ല പ്രായമാണ്. ഇതൊക്കിപ്പം നല്ല 55 നിങ്ങളിങ്ങനെ ഒരു പരുവത്തിൽ ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം അറബി കണ്ടാൽ അറിയരുത് ആ പ്രായം. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. എനിക്കും പ്രായമൊക്കെ ഉണ്ട്. കൊച്ചുങ്ങളെ ഇല്ല, എന്നോട് ദൈവം പറഞ്ഞു കൊച്ചിനെ തരുവാണ്. ഉടനെ സാറാമാമ ഒരു പോയിട്ട് എന്നൊരു കാര്യം ചെയ്യും, ഞാൻ എതിർക്കുന്നില്ല, എന്റെ ദാസ്യം ആരാണ് സപ്പോർട്ട്. അവിടെ വായിക്കുന്ന അബ്രഹാം സാറായുടെ വാക്ക് അനുസരിച്ചു. അങ്ങനൊരു വാക്യമുണ്ട്, അബ്രഹാം സാറയുടെ വാക്ക് ഇല്ലേ ഇല്ലേ ഉണ്ടല്ലോ 16-ാം അധ്യായത്തിൽ. പെട്ടെന്ന് വായിക്കുമായിരിക്കുമല്ലോ, വായിക്കും. അത് വായിക്കാനാ പറഞ്ഞ, തന്നെ വായിക്കുക. അത് വായിച്ചേ. അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. 15-ാം അധ്യായത്തിൽ ദൈവം ഡയറക്റ്റ് പറഞ്ഞു, ഞാൻ നിനക്ക് തലമുറയെ തരാം. അതനുസരിച്ചില്ല. സാറായുടെ വാക്ക് അനുസരിച്ചു. സാറായുടെ വാക്ക് അനുസരിച്ചു. ഹാഗറിന്റെ അടുക്ക ചെന്നു, ഒരു കൊച്ചുണ്ടായി, ഇസ്മായിൽ ഉണ്ടായപ്പോ 86. സാറായുടെ വാക്ക് കേട്ടനുസരിച്ച് അന്ന് ദൈവശബ്ദം നിന്നു. പിന്നെ അബ്രഹാമിനോട് ദൈവം ഇടപെടുന്നത് 99 വയസ്സിലാണ്. 85 വയസ്സിൽ അബ്രഹാം ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, ഏതായാലും ഞാൻ പറഞ്ഞ നീ കേൾക്കുകയല്ല, എന്നാ പിന്നെ അവള് തന്നെ പറയട്ടെന്ന് പറഞ്ഞു. സാറായാന്ന് ഈ ഒരു ക്ലാസ് എടുത്തേച്ച് പിന്നെ സാറാമാമയ്ക്ക് ക്ലാസ് എടുക്കാൻ നേരം ഇല്ല. കാരണം ഈ പെണ്ണുങ്ങൾ രണ്ടും കൂടെ കുസ്തിയായി. ആരാ? മാമ ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളാ, പക്ഷെ ഒറ്റ ക്ലാസ് കൊണ്ട് നിർത്തി. ഇനി പെണ്ണുങ്ങൾ കുസ്തിയായി, രണ്ടുകൂടെ പോലത്തായി, ഒരുത്തി നിറവയറോടെ ഓടി കൊല്ലാപ്പുണ്ടാക്കി ക്ലാസ്സാ. കഴിഞ്ഞ 13 കൊല്ലമായിട്ട് ദൈവം ഇടപെട്ടിട്ടില്ല. 13 കൊല്ലം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ 17-ാം അധ്യായത്തിൽ ദൈവം പ്രത്യക്ഷത്തിൽ പറയാ, അബ്രാച്ച ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ 99 ആയപ്പോൾ അബ്രാച്ചന്റെ ശക്തി എല്ലാം തീർന്നു. കാരണം പറയാം, എല്ലാം തെളിയിക്കാൻ നേരമില്ല. 85 വയസ്സിൽ ഹാഗറിന്റെ അടുക്ക ചെന്നപ്പോൾ ഒരു കൊച്ചു ജനിച്ചല്ലോ, ഇസ്മായേൽ. അപ്പൊ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ഇവന് കഴിവും പ്രാപ്തിയും അതിനുള്ള ഓജസ്സും തേജസ്സും കഴിവും ഉണ്ട്. അപ്പൊ തമ്പുരാൻ വെയിറ്റ് ചെയ്തു, നിന്റെ ശക്തിയെല്ലാം ഒന്ന് തീരട്ടെ. 99 ആയപ്പോ ചോദിച്ചു, ശക്തിയും ബലമൊക്കെ ഉണ്ടോ? ഇല്ല കർത്താവേ, എന്റെ ശക്തിയും ബലവും കഴിവെല്ലാം തീർന്നു, ഞാൻ അപ്രാപ്തനാ, ബലഹീനനാ. ഞാൻ ശക്തൻ, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. ഇതിനകത്തെ പാഠം ഇത്രയുമുള്ളൂ, നിന്റെ ശക്തിയും ബലവും തീർന്നെന്നും ഇല്ലെന്ന് സമ്മതിച്ചാൽ നിനക്ക് വേണ്ടി ദൈവ സർവശക്തിയോടെ ഇടപെടും.
എനിക്ക് കഴിവുണ്ട്, എന്റെ കൈമിടുക്ക, എന്റെ സാമർത്ഥ്യം കൊണ്ടാ ഇത് നേടിയെന്ന് പറയരുത്. ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ അപ്രാപ്തനാ, ഞാൻ ബലഹീനനാ, ഞാൻ ബഹീനനാ, ഞാൻ കഴിവുള്ളവളല്ല. അമ്മ നീയാണ് സർവശക്തൻ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം ഇറങ്ങും. നിന്റെ ബലഹീനത മാറ്റി, ക്ഷീണങ്ങൾ മാറ്റി, തളർച്ച മാറ്റി നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തൻ. ഞാൻ സർവശക്തിയുള്ള ദൈവം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക.